പത്തനംതിട്ട സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അനി വളരെയധികം പ്ലാനൊക്കെ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് സെറ്റിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നന്ദുവിനെ വിളിക്കാനായിട്ട് അനി പുറപ്പെടുവാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഒരു സർപ്രൈസ് അവൾക്ക് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ അനി വളരെ സന്തോഷത്തോടുകൂടി നന്ദുവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ നേരത്തെ എന്നെ ഫോൺ ചെയ്തിട്ട് ഞാൻ നിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വിളിച്ചോളാം എന്നൊക്കെ അനി നന്ദുവിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നതിൻ്റെ ആ ഒരു സമയത്ത് നവീൻ അവിടെ നന്ദുവിൻ്റെ അടുത്തേക്ക് കാണാനായിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. കയ്യിലൊരു പൊതിയൊക്കെ ഉണ്ട്. അപ്പോൾ നന്ദു ഇങ്ങനെ നവീനോട് ചോദിക്കുന്നുണ്ട്, നവീനായിട്ട് എന്താ ഈ സമയത്ത് എന്താ ഇവിടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ബർത്ത്ഡേക്കാരിനെ കാണാനായിട്ട് വന്നതാണെന്ന് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നന്ദുവിന് മനസ്സിലായി നവീൻ ഈ ബർത്ത്ഡേയുടെ കാര്യമൊക്കെ അറിഞ്ഞു എന്നിങ്ങനെ പിന്നെ മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ നവീനാണെങ്കിൽ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നന്ദുവിനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദു നവീൻ്റെ മുന്നിൽ വെച്ച കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പരസ്പരം അവർ രണ്ടുപേരും കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ അനി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. കാരണം അനി നേരത്തെ തന്നെ നന്ദുവിനോട് പറഞ്ഞിരുന്നു, നമ്മുടെ പ്രണയബന്ധം തുടങ്ങിയിട്ട് ഇത് ആദ്യത്തെ പിറന്നാളാണ് നിൻ്റേത്, അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ആരും തന്നെ വേണ്ട, നവീനും വേണ്ട, നമ്മുടെ രണ്ടുപേരും മാത്രം മതി, എനിക്ക് നിന്നെ തനിച്ച് വേണം ഈ ഒരു ബർത്ത്ഡേക്ക് എന്നൊക്കെ ഇങ്ങനെ അനി നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സമയത്താണ് അനി വിളിക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കൂടി കാണുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് അവന് ഭയങ്കര വിഷമം വന്നു കേട്ടോ. അപ്പോൾ അനി വന്നത് കാണുമ്പോഴത്തേക്കും നവീൻ പറയുന്നുണ്ട്, നീയും അറിഞ്ഞോ നന്ദുവിൻ്റെ ബർത്ത്ഡേയുടെ കാര്യം, എന്തായാലും ഞാൻ ഇങ്ങ് ആദ്യം തന്നെ വന്നടാ എന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അനിയുടെ. അപ്പോൾ ഉടനെ തന്നെ നവീൻ അനിയോട് പറയുന്നുണ്ട്, എടാ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തതെന്ന് കൂടി ഇങ്ങനെ അനിയോട് പറയാൻ കേട്ടോ. അങ്ങനെ അനിയെ കൊണ്ട് തന്നെ ഒരു ഫോട്ടോ എടുപ്പിക്കുകയാണ്. നന്ദുവും നവീനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുപ്പിക്കുകയാണ്. അപ്പോൾ അനിയുടെ ആ ഒരു നിപ്പം കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ നമ്മുടെ നന്ദുവിൻ്റെ കാര്യം മനസ്സിലായി. പക്ഷേ നന്ദുവിനെ തെറ്റിദ്ധരിക്കുന്നുണ്ടോയെന്നും ആ ഒരു ടെൻഷൻ കൂടി നന്ദുവിനുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ അനിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അങ്ങനെ ഒരു പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അനിയാണെങ്കിൽ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു വിചാരിക്കുന്നത് ഞങ്ങൾ പ്ലാൻ ചെയ്ത ആ ഒരു സ്ഥലത്ത്, അതായത് അനി വിളിച്ച് പറഞ്ഞിരുന്നു, ബീച്ചിൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ രണ്ടിനും മാത്രമേ ഉള്ളൂ, നല്ല രസമാണ് കാണാനെന്നൊക്കെ പറഞ്ഞിരുന്നു ഫോണിൽ. അപ്പോൾ അങ്ങോട്ടേക്കായിരിക്കും അനി പോയതെന്ന് വിചാരിച്ചിട്ട് നവീനെ പറഞ്ഞയച്ചിട്ട് നമ്മുടെ നന്ദു ആണെങ്കിൽ നേരെ ബീച്ചിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. അവിടെയാണെങ്കിൽ കേക്കൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അനിയെ അവിടെ കാണുന്നില്ല കേട്ടോ. അവിടെ ചെന്നിട്ട് നന്ദു ആണെങ്കിൽ അനിയെ ഒരുപാട് ഫോണിൽ കോള് വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അനിയാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ടതിൻ്റെ ആ ഒരു സങ്കടവും ദേഷ്യമൊക്കെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് നന്ദുവിൻ്റെ കോള് വരുമ്പോഴത്തേക്കും കോള് കട്ട് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ നന്ദു വിചാരിക്കുന്നുണ്ട്, അനി എന്തായാലും വരാതിരിക്കില്ല, എൻ്റെ ഇന്നത്തെ ദിവസം എന്തായാലും അനി എന്നോട് പിണക്കം കാണിക്കത്തില്ല, അവൻ എന്നെ മനസ്സിലാക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാൻ കേട്ടോ. അങ്ങനെ ഒരുപാട് തവണ വിളിക്കുന്നുണ്ടെങ്കിലും അനി ഫോൺ എടുക്കുന്നില്ല. ലാസ്റ്റ് നന്ദു തന്നെ ആ കേക്ക് കട്ട് ചെയ്ത് അവൾ തന്നെ സ്വയം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഡെക്കറേഷനൊക്കെ ചെയ്ത ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരോട് നന്ദു പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ സെറ്റൊക്കെ ഊരി നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ഈ കേക്കും കൂടെ കൊണ്ടുപോയിക്കോളൂ, വെറുതെ ഇത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, അയ്യോ സാർ ഇത് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം ഇത്രയൊക്കെ ഞങ്ങൾക്കൊപ്പം നിന്ന് ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചത്, എന്നിട്ട് സാറ് ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഇത് എങ്ങോട്ട് പോയി എന്നൊക്കെ അവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് നന്ദി പറയുന്നുണ്ട്, അവന് പെട്ടെന്ന് ഒരു അർജൻറ്റ് ഒരു തിരക്ക് വന്നു, അതുകൊണ്ടാണ് അവൻ പോയതെന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ നന്ദു തിരികെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് ചെല്ലുന്ന നന്ദുവിനെ കാത്ത അച്ഛനും അമ്മയും കുറേ നേരം കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഇത് എന്തോ നന്ദുവിൻ്റെ പിറന്നാളായതുകൊണ്ട് ഇവിടെ അനിയായിട്ട് പുറത്തോട്ട് പോയതാണോ എന്നൊക്കെയുള്ള ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലോട്ട് ചെല്ലുന്ന നന്ദുവിനോട് ഇവർ ആ ഒരു കാര്യം പറയുകയാണ്, നീ ഇത്ര നേരം എവിടെയായിരുന്നു, നീ ആരുടെ കൂടെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ എനിക്ക് ഓവർ ഡ്യൂട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളെ സങ്കടത്തോടെ മുറിയിലേക്ക് കയറി പോവാണ് കേട്ടോ. ഇവൾക്കിത് എന്ത് പറ്റി, അല്ലാത്തപ്പോൾ
ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എന്നോട് തർക്കിച്ചുകൊണ്ട് വരുന്ന ആളല്ലോ എന്നിങ്ങനെ നന്ദുവിൻ്റെ അമ്മ പറയുകയാണ് കേട്ടോ. എന്തായാലും ഇനി ഇതിൻ്റെ പേരിൽ നീ അവളോടൊന്നും ചോദിക്കാനൊന്നും പോവണ്ട, ഇനി എന്താണെങ്കിലും നാളെ സംസാരിക്കാമെന്ന് അച്ഛൻ പറയുകയാണ്, നന്ദുവിൻ്റെ അച്ഛൻ പറയാണ് കേട്ടോ. അങ്ങനെ നന്ദുവിനെ പിന്നെ മുറിയിൽ ചെന്നിട്ട് നന്ദു ഭയങ്കരമായിട്ടുള്ള കരയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അനിയുടെ ഫോണിലോട്ട് അപ്പോൾ നവീൻ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എടാ നീ എടുത്ത ഫോട്ടോസൊക്കെ നല്ല രസമുണ്ടായിരുന്നു, ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്, എൻ്റെ അമ്മേനെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കും, എൻ്റെ അമ്മ കൂടെ സമ്മതിച്ചാൽ മാത്രം മതി, ബാക്കി എല്ലാവർക്കും എൻ്റെ നന്ദുവിൻ്റെയും കാര്യത്തിൽ 100 സമ്മതമാണ്, പ്രത്യേകിച്ച് നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നൊക്കെ ഇങ്ങനെ അനിയോട് പറയാൻ കേട്ടോ. അങ്ങനെ അനിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നവീൻ്റെ കോൾ അവസാനിപ്പിക്കാനായിട്ട് എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ അനിയും മനസ്സിൽ കരുതുകയാണ്, ഓ നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ നവീൻ എന്ത് കാര്യമാണ്, അപ്പോൾ പിന്നെ ഇവരുടെ ബന്ധം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള കല്യാണം എന്തായാലും നടക്കും. നന്ദു ഇപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞതാണ് ഞാൻ അവളോട്, ഈ ഒരു ബർത്ത്ഡേക്ക് ഞാനും അവൾ മാത്രമേ കാണാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നവീനെ വിളിച്ചില്ലെന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കരുതിക്കൊണ്ടിരിക്കാൻ കേട്ടോ.